പ്രിയപ്പെട്ട അന്ത്യോക്യ വിശ്വാസികളെ, നിങ്ങളെ എല്ലാം സഹകരണം, നിങ്ങളുടെ സഹായം എല്ലാം എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. ഒരുപാട് പേര് വിളിച്ച് എന്നോട് പറഞ്ഞു അതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് ഒന്ന് പറയണം, ഞങ്ങൾക്കെല്ലാം ഈ വിവരങ്ങൾ അറിയുവാനുള്ള താല്പര്യമുണ്ട്, അതുകൊണ്ട് ഇതൊന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഒത്തിരി പേര് ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്തെ കേസിൻ്റെ നാൾ വഴി എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതി എൻ്റെ കേസിനകത്ത് എനിക്ക് നീതി കിട്ടിയിട്ടില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് റീ ഇൻവെസ്റ്റിഗേഷൻ അല്ല, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ കേസിലെ പ്രതികളായിട്ടുള്ള ആളുകളെ ബഹുമാനപ്പെട്ട ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതിക്ക് ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കാനുള്ള പവറില്ലെന്നും ആ ഓർഡർ സെറ്റിസൈഡ് ചെയ്യണമെന്നും കേസിലെ പ്രതികളായ ഞങ്ങൾക്കെതിരെ കേസ് അന്വേഷണം നടത്തുവാൻ പാടില്ല എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയുണ്ടായി. ആ കേസിൽ അവർക്ക് ഒരു ഇൻ്ററിം സ്റ്റേ കിട്ടുകയും ആദ്യം ഒരു ജഡ്ജിൻ്റെ അടുക്ക കൊടുത്തു. ആ ജഡ്ജ് അത് എടുത്തില്ല. അടുത്ത ദിവസം അടുത്ത ജഡ്ജിൻ്റെ കയ്യിൽ കൊടുത്ത സ്വാധീനമോ എന്തോ അറിയില്ല, അവർക്ക് അഡ്മിഷൻ കൊടുത്തു, ഒരു ഇൻ്ററിം സ്റ്റേയും അനുവദിച്ചു. അതിനുശേഷം നമുക്ക് കോടതി നോട്ടീസ് അയക്കാൻ പറഞ്ഞിട്ട് നാളിതുവരെ കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും ഇവിടെ സ്വാധീനം മൂലമായിരിക്കും നമുക്ക് നോട്ടീസ് വന്നിട്ടില്ല. ദൈവകൃപയാൽ എന്തോ സംഭവം തപ്പിത്തേടി ചെന്നപ്പോൾ ഞാൻ ഈ കേസ് കാണുകയും അത് കക്ഷി ചേരുകയും അഡ്വക്കേറ്റ് രവി കൃഷ്ണൻ നമുക്ക് വേണ്ടി അവിടെ കേസിന് ഹാജരാകുകയും ചെയ്തു. അപ്പം 20-ാം തീയതി ആയിരുന്നു കേസിരുന്നത്. 20-ാം തീയതി ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഇവിടുന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് പോകുന്ന വഴിക്ക് തൃപ്പൂണിത്തറ എത്തിയപ്പോൾ എൻ്റെ അഡ്വക്കേറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് ഈ ഇൻ്ററിം സ്റ്റേ കൊടുത്ത ജഡ്ജി തന്നെയാണ്, അതുകൊണ്ട് ഇച്ചിരി പാടാണ്, ഞാൻ കേസൊന്ന് മാറ്റാം എന്ന് പറഞ്ഞു. എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവം എൻ്റെ നാവിൻ തുമ്പിൽ അന്നേരം തന്ന വാചകം, സാറ് നമ്മുടെ ഒബ്ജക്ഷൻ പറഞ്ഞ് സാറ് കേസ് വാദം പറഞ്ഞേക്കൂ, ഈ ജഡ്ജി ഈ വാദം കേട്ടിട്ട് നമുക്കെതിരായിട്ടൊരു വിധി പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിക്കും, നമുക്ക് നീതി കിട്ടുമെന്ന് പറയുകയും അദ്ദേഹം അവിടെ അപ്പിയർ ചെയ്യുകയും ഞാനും എൻ്റെ മകനും കോടതിയിൽ ചെന്നു. അവിടുന്ന് കേസ് വിളിച്ചു. ഞാനവിടെ കയറി നിന്നു, മുമ്പോട്ട് മാറി നിന്ന് ജഡ്ജി എന്നെ കണ്ടില്ല. അവസാന ഭാഗത്താണ് എന്നെയും മകനെയും ജഡ്ജി കാണുന്നത്. അപ്പം ഇവരുടെ വക്കീൽ വാദിച്ചു. അവരുടെ വക്കീൽ വാദിച്ചിട്ട് ഇത് റീ ഇൻവെസ്റ്റിഗേഷൻ ഇതെന്നൊക്കെ പറഞ്ഞു. കോടതി ഇതൊന്നും കേട്ടില്ല. കോടതി പറഞ്ഞു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കോടതി അനുവദിച്ചു. അതിനുശേഷം ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ടൂടെ നോക്കിയിട്ട് ഈ ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റിന് ഇതിനകത്ത് തീരുമാനം എടുക്കാം.